ബീഹാർ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിനിടെ സ്ത്രീയുടെ കയ്യിൽ പിടിച്ച് അഭിമുഖം നടത്തിയ മാതൃഭൂമി ചാനൽ റിപ്പോർട്ടർ ബാലഗോപാൽ എയറിലാണ്. പറ്റ്നയിലെ മലയാളികളുടെ പ്രതികരണം തേടുന്നതിനിടെയാണ് ബാലഗോപാൽ ഒരു സ്ത്രീയുടെ കയ്യിൽ പിടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ചാനൽ യൂട്യൂബിൽ വീഡിയോയായിട്ട് വന്നതോടെ രൂക്ഷമായ പ്രതിഷേധമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ചേച്ചിയുടെ ദേഹത്ത് കൈവച്ചത് ശ്രദ്ധിച്ചോ? സുരേഷ് ഗോപി ആയിരുന്നുവെങ്കിൽ ഇതേ റിപ്പോർട്ടറും ചാനലും സ്ത്രീവിരുദ്ധതാക്കി മാറ്റിയേനെ എന്നതടക്കം റിപ്പോർട്ടറുടെ പെരുമാറ്റം മോശമായി എന്നുള്ള തരത്തിൽ നിരവധി കമൻറ്റുകളാണ് വീഡിയോയ്ക്കിപ്പോൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കോഴിക്കോട് വെച്ച് മീഡിയ വൺ വനിതാ റിപ്പോർട്ടർ ഷിത ജഗത്തിൻ്റെ തോളിൽ കൈവച്ച് സംസാരിച്ചത് മാധ്യമപ്രവർത്തകർ വൻ വിവാദമാക്കിയിട്ടുണ്ടായിരുന്നു. സുരേഷ് ഗോപി ക്ഷമാപണം നടത്തിയ ശേഷവും മാധ്യമപ്രവർത്തകർ അടങ്ങിയിട്ടില്ലായിരുന്നു. കോഴിക്കോട് നടക്കാവ് സ്റ്റേഷനിൽ സുരേഷ് ഗോപിക്കെതിരെ യുവതിയെ ലൈംഗിക താൽപ്പര്യത്തോടെ സ്പർശിച്ചു, സ്ത്രീത്വത്തെ അവഹേളിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കേസും എടുത്തിട്ടുണ്ടായിരുന്നു. സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യാനായി സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് BJP പ്രവർത്തകർ സ്റ്റേഷൻ വളയുകയായിരുന്നു. കേസിൽ സുരേഷ് ഗോപി ജാമ്യം എടുത്തിട്ടുണ്ടായിരുന്നു. സുരേഷ് ഗോപിയെ കൊടുക്കാൻ സ്ത്രീ സ്പർശം ആയുധമാക്കിയ മാപ്രകൾക്ക് ഇക്കാര്യത്തിൽ സ്വന്തമായി പെരുമാറ്റച്ചട്ടം ഒന്നുമില്ലേ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ യുവജനോത്സവത്തിൽ ഒപ്പന കലാകാരികളോട് അശ്ലീല ചുവയോടെ സംസാരിച്ചതിന് റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകർക്കെതിരെ പോക്സോ കേസ് പ്രകാരം കേസെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും വലിയ വിവാദം സുരേഷ് ഗോപി ചെയ്യുമ്പോൾ മാത്രമാണ്. സുരേഷ് ഗോപിയെ കൊടുക്കാൻ വേണ്ടി മാത്രം പലരും ഇങ്ങനെ ചെയ്യുന്നത് BJPയെ അധികാരത്തിൽ എത്തിക്കരുത് എന്നുള്ള ഒരൊറ്റ വാശി കാരണമാണ്. സുരേഷ് ഗോപി BJPയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എങ്ങനെയും BJPയെ അധികാരത്തിൽ വരാത്താതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ UDFൻ്റെയും LDFൻ്റെയും ഒരുപോലെയുള്ള ശ്രമം. ഇവർ രണ്ടുപേരും മാത്രം മത്സരിച്ചു കൊണ്ടിരിക്കണം. BJP ഒരിക്കലും കേരളത്തിൽ അധികാരത്തിൽ വരരുത്. അത് തന്നെയാണ് പിണറായി വിജയൻ്റെ മുഖ്യ അജണ്ടയും.